അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയ വിവാദം എന്ന് പറയുന്നത് ട്രംപ് ചൈനയിൽ പോയി തായ്വാന് ബലി കൊടുത്തു എന്നുള്ളതാണ്. ലോക രാഷ്ട്രീയത്തിൽ വാഗ്ദാനങ്ങളുടെയും വിശ്വസ്തതയുടെയും ആയുസ് കുറവാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകളെല്ലാം തന്നെ തെളിയിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ ഉന്നത ചൈന സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ ട്രംപ് എയർഫോഴ്സ് 1-ൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ തായ്വാനെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ട്രംപ് ഇപ്പോൾ ഈ വിഷയത്തിൽ കണ്ണടയ്ക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് ഭരണകൂടം നേരത്തെ തായ്വാനിലേക്കുള്ള ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം ട്രംപ് അത് നിർത്തിവച്ചിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ആയുധ വിൽപ്പനയെക്കുറിച്ച് ഞാൻ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് അല്പം ചിന്തിക്കും. മാത്രമല്ല, അമേരിക്ക അതിൻ്റെ വീട്ടിൽ നിന്ന് 9500 മൈൽ അകലെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് എടുത്ത് ചാടേണ്ടതില്ലെന്ന് അദ്ദേഹം വ്യക്തമായി സൂചിപ്പിച്ചു. ചൈന തുടക്കം മുതൽ തന്നെ കരാറിനെ എതിർത്തിരുന്നു. തായ്വാൻ വിഷയത്തിൽ ഏതെങ്കിലും തെറ്റായ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ എന്നേക്കുമായി നശിപ്പിക്കുമെന്ന് ജിൻപിങ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. യോഗത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തായ്വാനോടുള്ള തന്റെ ആക്രമണാത്മക നിലപാട് വ്യക്തമാക്കി. ചൈന തായ്വാന്റെ സ്വാതന്ത്ര്യത്തിനെതിരാണെന്നും ചൈനയുടെ ഔദ്യോഗിക ഭൂപടം അതുമായി അതിനെ ഒന്നിപ്പിക്കാൻ സൈനിക ശക്തി പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും ഷീ ജിൻപിങ് പറഞ്ഞു. അതിശയകരമെന്ന് പറയട്ടെ, ഷീ ജിൻപിങ് തായ്വാനെ തന്റെ ചുവപ്പ് രേഖ എന്ന് വിളിച്ചപ്പോൾ ട്രംപ് അതിനെ എതിർത്തില്ല എന്നുള്ളതാണ്. ട്രംപ് തന്നെ സമ്മതിച്ചു, ഞാൻ ജിൻപിങ്ങിനെ ശ്രദ്ധിച്ചു, പക്ഷേ അഭിപ്രായം പറഞ്ഞില്ല. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ട്രംപ് നിലവിൽ വ്യാപാരം, ഇറാൻ തുടങ്ങിയ വിഷയങ്ങളിൽ ചൈനയുടെ സഹകരണം ആഗ്രഹിക്കുന്നു. അതിനാൽ തായ്വാൻ വിഷയത്തിൽ ചൈനയെ അസ്വസ്ഥമാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ചൈന തായ്വാനിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയാലും ട്രംപ് അതിനെ എതിർക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടയിൽ ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയ ട്രംപ് ഇറാനെതിരെ ആക്രമണാത്മക നിലപാട് സ്വീകരിച്ചു. ട്രംപ് പറയുന്നത് എപ്പിക് ഫ്യൂറി 2.0 ഏത് നിമിഷവും ഉണ്ടാകാം, ഇറാനെ തച്ച് തകർക്കുമെന്ന് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ചൈന തായ്വാൻ പിടിച്ചാൽ ട്രംപ് അനങ്ങില്ല എന്നും ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ്.